ചടയമംഗലത്തിന്റെ വികസനവും വികസന മുരടിപ്പും ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ നാം വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ്. സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് മുറവിളി കൂട്ടുമ്പോഴും ആരാണ് അതിന് കാരണക്കാർ എന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? 120 വർഷത്തോളം പഴക്കമുള്ള പഴയ സബ് രജിസ്ട്രാർ ഓഫീസ് പൊളിച്ചു കളഞ്ഞതിനു ശേഷം ഇന്നും വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നു. എല്ലാ വികസന മുരടിപ്പിനും ഗ്രാമപഞ്ചായത്തിനെ മാത്രം കുറ്റം പറയാൻ കഴിയുമോ? 2019 മുല്ലക്കര രത്നാകരൻ MLA ആയിരുന്ന സമയത്ത് പുതിയ കെട്ടിടത്തിന് ഫണ്ട് അനുവദിക്കുകയും PWDയെ കെട്ടിട നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ നിർമ്മാണ ചുമതല കിഫ്ബി ഏറ്റെടുത്തു. ഉദ്ഘാടന മാമാങ്കവും നടത്തി. 19 സെന്റ് സ്ഥലത്തെ മണ്ണ് മാറ്റുന്നതിനുള്ള തർക്കത്തിൽ 2 വകുപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് ചടയമംഗലം പിന്നെ കണ്ടത്. അതോടെ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണവും നിലച്ചു. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. ചടയമംഗലത്തിന് ഒരു മന്ത്രിയെയും ലഭിച്ചു. നാളിതുവരെ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങാൻ സാധിച്ചതുമില്ല. LDF സർക്കാരിൽ ചടയമംഗലത്തിന്റെ MLA കൂടിയായ മന്ത്രി ചിഞ്ചുറാണിക്കോ ചടയമംഗലം കാലാകാലങ്ങളായി ഭരിക്കുന്ന LDFനോ തർക്കങ്ങൾ പരിഹരിച്ച് ചടയമംഗലത്ത് ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ മുന്നിൽ വികസന മുരടിപ്പിന് ഒരു ഉദാഹരണം കൂടി നൽകാനേ ഈ ഭരണപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികൾക്കും ഈ MLAക്കും കഴിഞ്ഞുള്ളൂ എന്നത് ചടയമംഗലത്തിന്റെ ശാപമായി ഇന്നും തുടരുന്നു. നമസ്കാരം. ചടയമംഗലത്തെ പൊതുജനങ്ങളെ, ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് പൊളിച്ചിട്ടിട്ട് 3 വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷം കടക്കുന്നു. ഈ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഞാനും അന്ന് ജില്ലാ രജിസ്ട്രാറായിട്ടിരുന്ന അഞ്ചൽ സ്വദേശിയായ വിജയകുമാർ സാറും കൂടെ അനൂപ് ജേക്കബ് മന്ത്രിയെ, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അനൂപ് ജേക്കബ് വകുപ്പ് മന്ത്രിയെ പോയി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. 115 വർഷം കഴിഞ്ഞ കെട്ടിടമായിരുന്നു ഇപ്പോൾ പൊളിച്ചു മാറ്റിയത്. ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് ഉണ്ടായിട്ട് ഏകദേശം 125ഓളം വർഷമാകുന്നു. ആദ്യം ഈ ഓഫീസ് ശ്രീരംഗത്ത് ഈ പൊളിച്ചു കളഞ്ഞ ആ കെട്ടിടത്തിലായിരുന്നു. അവിടെ നിന്നാണ് ഇത് മാറി ചടയമംഗലത്ത് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ആ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാറ്റിയത്. എന്നിട്ട് കഴിഞ്ഞ LDF സർക്കാർ, 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കി. നാളിതുവരെ അതിനകത്തൊരു തറക്കല്ലിടാൻ പോലും കേരള സർക്കാരിനോ അതല്ലേ ഗ്രാമപഞ്ചായത്തിനോ, വിശിഷ്യ നമ്മുടെ MLA, ക്ഷീരവകുപ്പ് മന്ത്രി കൂടിയായ MLAക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നഗ്ന സത്യമാണ്. ഒരു MLA വിചാരിച്ചാൽ അവരുടെ നിയോജക മണ്ഡലത്തിലെ ഫണ്ട് അലോട്ട് ചെയ്ത് ടെൻഡർ നടപടികളും പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുള്ളവരല്ല അത്തരത്തിലുള്ള ജനപ്രതിനിധികൾ. ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിതി എന്താ? അവരൊക്കെ ഏതോ ലോകത്തുനിന്ന് പൊട്ടി വീണ കണക്ക് നടക്കുക. ചടയമംഗലത്തിന്റെ വികസനത്തെ പറ്റി ഒരു കാഴ്ചപ്പാടില്ല, യാതൊന്നുമില്ല. ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, അതിപ്പോ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല. ഓരോരോ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ ഒരു നാടിനെ നശിപ്പിക്കുന്ന ഒരു പഞ്ചായത്തുണ്ടോ? ഒരു നാടിനെ നശിപ്പിക്കുകയല്ലേ ഈ പഞ്ചായത്തിലെ ഭരണാധികാരികൾ ചെയ്യുന്നത്? MLA കണ്ട്, മന്ത്രിയെ കണ്ട് ഈ കെട്ടിടത്തിന്റെ പണി അടിയന്തരമായിട്ട് നടപ്പിലാക്കിയേ പറ്റൂ എന്ന് ഈ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ആവശ്യപ്പെട്ടുകൂടെ? എന്താണ് സ്ഥിതി? ഈ രീതിയിലായാൽ ഈ സബ് രജിസ്ട്രാർ ഓഫീസ് ഏത് കാലത്തേക്ക് പണി തീർക്കും? ഇനി ഒരു 25 വർഷം കൂടെ കാത്തിരിക്കണോ? ടെൻഡർ നടപടി ഉൾപ്പെടെ പൂർത്തിയാക്കിയ ഒരു ഓഫീസിന്റെ പണി ആരംഭിക്കാൻ എന്താണ് തടസ്സം? ആരാണ് തടസ്സം? അതിന്റെ കാരണം എന്താണെന്ന്
പൊതുജനത്തിന്റെ മുമ്പിൽ ഇവിടുത്തെ ഭരണാധികാരികൾ പറയണം, പറഞ്ഞേ പറ്റൂ. അത് ഇവിടുത്തെ പൊതുജനത്തിന് അറിയണം. ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് പൊളിച്ചു മാറ്റിയിട്ട് ഏകദേശം 4 വർഷം 5 വർഷത്തിനകത്താകുന്നു. നാളിതുവരെ അത് പണിഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് നടപടികൾ ഒന്നും തന്നെ ആയിട്ടില്ല. സബ് രജിസ്ട്രാർ ഓഫീസ് സ്ഥലം തന്നെ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാണ്. ഇത്രയും ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് പണിയുന്നതിന് വേണ്ടി യാതൊരു നടപടികളും നടത്താത്തത്. ഇതിന് ശേഷം പല സബ് രജിസ്ട്രാർ ഓഫീസുകളും കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള പല സബ് രജിസ്ട്രാർ ഓഫീസുകളും പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളതാണ്. ഇതിന് വേണ്ടുന്ന യാതൊരു നടപടിയും പഞ്ചായത്തിൽ നിന്നോ മറ്റ് മന്ത്രിസഭാ തലത്തിലോ യാതൊരു നടപടിയും നടത്തുന്നില്ല. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ സബ് രജിസ്ട്രാർ ഓഫീസ് യാതൊരു സ്ഥല പരിമിതിയും ഇല്ലാത്ത ഒരു നിലപാടിലാണ് നടക്കുന്നത്. വന്ന് കാണുന്നവർക്കും ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് പോലും അത് മനസ്സിലാകാവുന്നതാണ്. ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക് പോലും നേരെ ഇരിക്കുന്നതിനോ അത് നേരെ കൈകാര്യം ചെയ്യുന്നതിനോ പറ്റുന്ന ഒരു സാഹചര്യമല്ല. വരുന്ന കക്ഷികൾക്ക് ഇരിക്കുന്നതിനോ പ്രാഥമിക കർമ്മങ്ങൾ പോലും നടത്തുന്നതിനുള്ള സൗകര്യം ഇല്ലാത്ത ഒരു പരിസ്ഥിതിയിലുള്ള പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഇത്രയും പെട്ടെന്ന് ഈ സബ് രജിസ്ട്രാർ ഓഫീസ് പുതുക്കിപ്പണി വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് പരിമിതികൾ പരിഹരിച്ച് ചെയ്യണമെന്ന് ഇതിനാൽ അപേക്ഷിച്ചു. ഞാൻ ആദരടുത്ത് ചടയമംഗലം യൂണിറ്റ് സെക്രട്ടറി സതീഷാണ്. ഏതാണ്ട് 30 വർഷത്തിലധികമായി ഞാൻ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചടയമംഗലത്തെ സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൻ്റെ പഴക്കം കാലാവധി കഴിഞ്ഞപ്പോൾ അത് പുതുക്കി അതിന് മുമ്പ് തന്നെ പലതവണ നിർമ്മാണ പ്രവർത്തനം നടത്തിയതാണെങ്കിലും അതിനെ മൊത്തത്തിൽ പൊളിച്ച് മാറ്റി പണിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും എന്നാൽ ഏതാനും വർഷങ്ങളായിട്ട് അതിന് യാതൊരുവിധ നടപടിയില്ലാതെ ഇന്ന് വാടക കെട്ടിടത്തിലാണ് സബ് രജിസ്ട്രാർ ഓഫീസ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വരുന്ന ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ ചടയമംഗലത്തില്ല. സബ് രജിസ്ട്രാർ ഓഫീസ് പൊളിച്ചു മാറ്റിയ സ്ഥലം ഇന്ന് ഏതാണ്ട് കാട് കയറി മദ്യപന്മാർക്കും മറ്റുള്ള അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന് ഈ ചടയമംഗലത്ത് യാതൊന്നും ചോദിക്കാനോ പറയാനോ ആരും ഇല്ലാതാനും ഇതിന് യാതൊരുവിധ നടപടിയും ഇവിടുത്തെ ജനപ്രതിനിധികൾ സ്വീകരിക്കുന്നതുമില്ല. സബ് രജിസ്ട്രാർ ഓഫീസ് മാത്രമല്ല, പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചിട്ട് അതിന് ട്രഷറി ഇല്ല. മുദ്രപത്രം ഇന്ന് നേരത്തെ ചടങ്ങത്തിൽ കെട്ടിക്കൊണ്ടിരുന്ന മുദ്രപത്രം ഇന്ന് കടയ്ക്കൽ പോയി മേടിച്ചുകൊണ്ടിരുന്നു. സമയത്ത് ആൾക്കാർക്ക് മുദ്രപത്രം കിട്ടാനില്ല. ഇങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇവിടുത്തെ മെമ്പർമാരുണ്ട്, പഞ്ചായത്ത് ഉണ്ട്, MLA ഉണ്ട്, മന്ത്രിയുണ്ട്, ബ്ലോക്കുണ്ട്. ഇത് യാതൊന്നും ഒരു മനുഷ്യൻ തന്നെ ഇതിനെ തിരിഞ്ഞു നോക്കാനോ ഇതിനൊരു നടപടി ചെയ്യാനോ ആരുമില്ല. രാഷ്ട്രീയ പാർട്ടികളും അവരും മൗനത്തിലാണ്. എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് ആരും ചോദിക്കുന്നേ ഇല്ല, പറയുന്നേ ഇല്ല. സാധാരണ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുമാണ്. ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് നമ്മൾ കാലാകാലങ്ങളായി ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സർക്കാരിൻ്റെ സ്ഥലത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അത് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പൊളിച്ചു മാറ്റിക്കൊണ്ട് പോയി വാടകയ്ക്ക് ഇപ്പോൾ പോയി സ്ഥലം എടുത്ത് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇത് നാളെ വരെയും ഈ സ്ഥലത്ത് അതിന് വേണ്ടുന്ന യാതൊരു നടപടിക്രമങ്ങളും നടത്തിയിട്ടില്ല സർക്കാരിൽ നിന്ന്. എത്രയും വേഗം ഇതിൻ്റെ പണി ഇവിടെ തുടങ്ങുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ച് ഈ ആദരവെടുത്ത മേഖലയിലുള്ളവർക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ഈ സർക്കാർ സബ് രജിസ്ട്രാർ ഓഫീസ് നിന്ന സ്ഥലത്ത് തന്നെ പുതിയ കെട്ടിടം നിർമ്മിച്ച് പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തനം നടത്തണമെന്ന് ഉള്ള താല്പര്യം ആണ് എനിക്കുള്ളത്. ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് കഴിഞ്ഞ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു പഴയ ഒരു ഓഫീസാണ്. അതിപ്പോൾ പൊളിച്ച് കളഞ്ഞിട്ട് 3-4 വർഷമായെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഉള്ള ഓഫീസുകളിൽ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ കക്ഷികൾക്ക് വന്ന് ഇരിക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറയാനുള്ളത്. ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിനെ പറ്റി പറയുമ്പോൾ പഴക്കം കൊണ്ടും പാരമ്പര്യം കൊണ്ടും
വളരെ നിലവാരമുള്ള ഒരു സബ് രജിസ്റ്റർ ഓഫീസായിരുന്നു ചടയമംഗലം രജിസ്റ്റർ ഓഫീസ്. എന്നാൽ ഇന്നത് വളരെ അസൗകര്യങ്ങളുടെ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുൻപ് കിടന്ന സ്ഥലം ഇപ്പോൾ കാട് കയറി വളരെ ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഇത് രജിസ്റ്റർ ഓഫീസിൽ സ്റ്റാഫുകൾക്കോ കക്ഷികൾക്കോ നിൽക്കുന്നതിനോ അവർക്കുള്ള കാര്യങ്ങൾ നടത്തുന്നതിനോ സൗകര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ സാഹചര്യത്തിൽ പുതിയ ഒരു രജിസ്റ്റർ ഓഫീസ് പണിയുന്നതിനാവശ്യമായ മേൽനടപടികൾ സ്വീകരിക്കണം. ചടയമംഗലം സബ് രജിസ്റ്റർ ഓഫീസ് ഇവിടെ നിന്നും പൊളിച്ചു മാറ്റിയിട്ട് ഏകദേശം വർഷങ്ങളോളമായി. ഇതുവരേക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആൾക്കാർക്ക് വന്നു പോകുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ഉള്ള സ്റ്റാഫുകൾക്ക് പോലും കൃത്യനിർവഹണം നടത്തുന്നതിനോ മറ്റ് അത്യാവശ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ഒരു സൗകര്യങ്ങളും ആ കെട്ടിടത്തിലില്ല. അപ്പോൾ പല പ്രാവശ്യങ്ങളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആധാരമെഴുത്ത് കമ്മിറ്റിയിൽ ഇതിനെ ചർച്ച ചെയ്യുകയും ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളെ ധരിപ്പിക്കണമെന്ന് കമ്മിറ്റി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതുവരേക്കും യാതൊരു നടപടികളോ പിന്നെ ഒരു റിപ്പോർട്ടുകളോ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സബ് രജിസ്റ്റർ ഓഫീസ് പൊളിച്ചെടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ആണ് നമുക്ക് പറയാനുള്ളത്. അതിൽ യാതൊരു വീഴ്ചയും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാവരും കൂടി സഹകരിച്ച് ഈ പ്രസ്ഥാനം വീണ്ടും ഇവിടെ തന്നെ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. അടുത്ത കാവിലെ പാട്ടു മത്സരത്തിന് കാണാം എന്ന സിനിമയിലെ സംഭാഷണത്തെ ഓർമ്മിപ്പിക്കത്തക്ക വിധമാണ് ഇവരുടെ പ്രവർത്തന രീതി. ഇഴജന്തുക്കൾക്കും മനുഷ്യപാമ്പുകൾക്കും യഥേഷ്ടം വിഹരിക്കാൻ ഒരു ഇടം കൂടി ഒരുക്കുക ആണ് ഇവർ ചെയ്തത്. ഒരു നാടിന്റെ വികസനം ഭരണാധികാരികളുടെ സ്വപ്നം കൂടിയാകേണ്ടതല്ലേ? വികസന സ്വപ്നങ്ങൾ ഇല്ലാത്ത ഭരണാധികാരിയും ഭരണപക്ഷ രാഷ്ട്രീയ കൂട്ടങ്ങളും നാടിന് ഭാരമായി മാറുക തന്നെ ചെയ്യും. സാക്ഷി TV.